ഇന്ത്യ ന്യൂസിലാൻഡ് 2020 സീരീസിലെ ആദ്യ മത്സരം. ഇതിനു മുന്നേ നടന്ന ടെസ്റ്റ് സീരീസിലും ODI സീരീസിലും ഇന്ത്യ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടു. 37 വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ ഒരു ODI സീരീസിൽ തോൽപ്പിക്കുന്നു. ഇത്രയും സംഭവ വികാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യ 2020 മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. 2020 സീരീസിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഇന്ത്യൻ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും. സഞ്ജുവിന്റെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കിയിരുന്നു. പകരം ഓപ്പണിംഗ് പൊസിഷനിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നു. അദ്ദേഹം ഓപ്പണിംഗിൽ ഒരു വമ്പൻ പരാജയമായി അവസാനിച്ചു. അങ്ങനെ സഞ്ജു വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഒരു ഗംഭീര ഇന്നിംഗ്സ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഓപ്പണിംഗിൽ സഞ്ജു തകർത്തടിച്ചു തന്നെ തുടങ്ങി. ഒരു മികച്ച ഇന്നിംഗ്സ് കാണാമെന്ന് പ്രതീക്ഷിച്ചവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സഞ്ജു 10 റൺസിൽ ഔട്ട് ആവുകയായിരുന്നു ചെയ്തത്. സഞ്ജു സാംസൺ പുറത്തായതോടുകൂടി 1 ഡൗൺ പൊസിഷനിൽ ഇഷാൻ കിഷൻ ക്രീസിലെത്തി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ സീരീസാണ്. പക്ഷേ ആദ്യ മാച്ചിൽ 8 റൺസിന് മുകളിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യ പവർ പ്ലേയിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പ്രഷർ അനുഭവപ്പെടേണ്ട സാധ്യതയുണ്ട്. അപ്പോഴാണ് അഭിഷേക് ശർമ്മ തന്റെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് പുറത്തെടുക്കുന്നത്. എറിയുന്നത് ഏത് ബോളറും ആയിക്കോട്ടെ, മറുഭാഗത്ത് എത്ര വിക്കറ്റ് വേണം പൊക്കോട്ടെ, തനിക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: ഏത് പന്തും ഗാലറിയിലേക്ക് അടിച്ചു പറത്തുക. ഒരു ഭാഗത്ത് അഭിഷേക് ശർമ്മ തകർത്തടിക്കുമ്പോൾ മറുഭാഗത്ത് ഒരാൾ നിലയുറപ്പിക്കാൻ വേണമായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അത് കൃത്യമായി തന്നെ ചെയ്തു. കഴിഞ്ഞ 20 ഇന്നിംഗ്സുകളിലായി അദ്ദേഹം ഒരു ഹാഫ് സെഞ്ചുറി പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും 32 റൺസിന് അദ്ദേഹം പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മ പുതിയൊരു റെക്കോർഡ് കൂടെ സൃഷ്ടിച്ചു. ഏറ്റവും വേഗത്തിൽ 5000 റൺസ് 2020 ഫോർമാറ്റിൽ തികയ്ക്കുന്ന പ്ലെയറായി അഭിഷേക് ശർമ്മ. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം കണ്ടാൽ ഒരു സെഞ്ചുറി ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 34 ബോളിൽ 84 റൺസിൽ ഒരു ക്യാച്ച് വഴങ്ങി അദ്ദേഹം ഔട്ട് ആവുകയായിരുന്നു. മിച്ചലിന്റെ 19ാമത്തെ ഓവറിൽ റിങ്കു സിംഗ് അടിച്ചത് 21 റൺസായിരുന്നു. അതോടെ ഇന്ത്യൻ സ്കോർ 238ലേക്ക് എത്തി. ന്യൂസിലാൻഡിനെതിരെ 2020 ഫോർമാറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ ആയിരുന്നു അത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് 1 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായി. വരുൺ ചക്രവർത്തി തന്റെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് കളി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ന്യൂസിലാൻഡ് നിലയിൽ പ്രതികരിച്ചത് ഫിലിപ്സ് മാത്രമായിരുന്നു. 78 റൺസിൽ അദ്ദേഹത്തെയും ഇന്ത്യ പിടിച്ചുകെട്ടി. ഒടുവിൽ ഇന്ത്യൻ ബാറ്റിംഗിന്റെയും ബൗളിംഗിന്റെയും മികവിൽ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് 48 റൺസിന്റെ വമ്പൻ വിജയം. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ മികവ് പുലർത്തുമ്പോൾ ഇന്ത്യയുടെ ഫീൽഡിംഗ് പരാജയമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിലും ഇന്ത്യ ഒരുപാട് മിസ്ഫീൽഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഇന്നലെ കഴിഞ്ഞ ആദ്യ മത്സരത്തിലും ഇന്ത്യ അത് ആവർത്തിക്കുന്നു. സഞ്ജു ആദ്യം ഒരു ഗംഭീര ക്യാച്ച് എടുത്തുവെങ്കിലും ഒരു റൺഔട്ട് ചാൻസ് സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്നു. റിങ്കു സിംഗ് ഒരു ക്യാച്ച് കളയുന്നു. ഇത് ഇന്ത്യക്ക് വെച്ചു പുലർത്താൻ പറ്റുന്നതല്ല. ക്യാച്ചസ് വിൻസ് മാച്ചസ് എന്നാണല്ലോ. ന്യൂസിലാൻഡിനോട് ടെസ്റ്റിലും വൺഡേയിലും തോറ്റ ഇന്ത്യൻ ടീമിന് ഈ 2020 സീരീസ് ജയിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ അഭിമാന പ്രശ്നമാണ്. 5 സീരീസിലെ ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചു എന്നത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ്. പക്ഷേ തിരിച്ചു വരാൻ കഴിവുള്ള ടീമാണ് ന്യൂസിലാൻഡ്. ഇനി വരാനിരിക്കുന്ന 4 മത്സരങ്ങൾ തീപ്പൊരി പറക്കും എന്നെല്ലാവർക്കും ഉറപ്പാണ്. നമുക്കതിനായി കാത്തിരിക്കുക.